നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. 3 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. വരും ദിവസങ്ങളിലും മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ആ സാഹചര്യങ്ങൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കാം. സ്വാഗതം. TP കേസിൽ ശിക്ഷാ ഇളവ് ശുപാർശ ചെയ്ത ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി സർക്കാർ. നിയമസഭയിൽ ഉപക്ഷേപം വരുന്നതിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രിയുടെ സസ്പെൻഷൻ ഉത്തരവ്. സഭയിൽ നിന്ന് വിട്ടുനിന്ന മുഖ്യമന്ത്രിയും സ്പീക്കറും. ഉദ്യോഗസ്ഥരെ സംശയനിഴലിലാക്കി MP രാജേഷിന്റെ മറുപടി. ഇതിനെ കുടില രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലാത്തൊരു പ്രശ്നം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരിക, എന്നിട്ട് സഭയുടെ സമയം അതിനുവേണ്ടി അപഹരിക്കുക, എന്നിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന പ്രചരണം നടത്തുക. ഇന്ന് ഒരു കാര്യം വ്യക്തമായി, സർക്കാർ ഇത് പരിഗണിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടും പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായിട്ട് വന്നത് മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയാണ് എന്നുള്ളത് കാര്യം വ്യക്തമാക്കില്ലേ? ആ തിരക്കഥയാണ് ഇപ്പോൾ ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. വിവാദത്തിനിടയിലും ശിക്ഷാ ഇളവിന് നീക്കം തുടർന്നെന്ന് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് കാലവർഷം അതിരൂക്ഷം. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കോഴിക്കോട് വെള്ളത്തിൽ കാൽ വഴുതി വീണ് യുവാവ് മരിച്ചു. കോട്ടയം കുമരകം റൂട്ടിൽ കാറ്റടിച്ച് വാഹനങ്ങൾ മറിഞ്ഞു. നിരവധി വീടുകൾക്ക് കേടുപാട്. നദികളിലും അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുന്നു. പാർലമെന്റിൽ അടിയന്തരാവസ്ഥ പരാമർശിച്ച് രാഷ്ട്രപതിയും. ഭരണഘടനയ്ക്കെതിരായ ഏറ്റവും വലിയ ആക്രമണമെന്ന് സംയുക്ത സമ്മേളനത്തിൽ ദ്രൗപദി മുർമു. लागू हुआ आपातकाल संविधान पर सीधे हमले का सबसे बड़ा और काला अध्याय था. पूरे देश में हाहाकार मच गया था, लेकिन ऐसी असंवैधानिक ताकतों पर देश ने विजय प्राप्त करके दिखाया, क्योंकि भारत के मूल में गणतंत्र की परंपराएं रही है. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടി ഉണ്ടാകുമെന്നും രാഷ്ട്രപതി. നീറ്റും മണിപ്പൂരും ഉയർത്തി പ്രതിപക്ഷം. രാഷ്ട്രപതിയുടെ അഭിസംബോധന ബഹിഷ്കരിച്ച ആം ആദ്മി പാർട്ടി. വീണ്ടും ചെങ്കോൽ വിവാദം. പാർലമെന്റിൽ സ്ഥാപിച്ച ചെങ്കോൽ നീക്കം ചെയ്യണമെന്ന് സമാജ്വാദി പാർട്ടി. ജനാധിപത്യത്തിൽ ചെങ്കോൽ അല്ല, ഭരണഘടനയുടെ പകർപ്പ് സ്ഥാപിക്കണം. രാജ്യത്തിന്റെ പൈതൃകത്തെ ചോദ്യം ചെയ്യുന്നുവെന്ന് തിരിച്ചടിച്ചു BJP. കളിയിക്കാവിള കൊലപാതകം ആസൂത്രിതമെന്ന പോലീസ്. ലക്ഷ്യം ദീപുവിന്റെ കൈവശമുണ്ടായിരുന്ന പണം തട്ടൽ. ആസൂത്രണം ചെയ്തത് അമ്പിളിയും സുനിലും ചേർന്ന്. കൊല്ലാൻ ഉപയോഗിച്ച കത്തി തോട്ടിൽ നിന്ന് കണ്ടെത്തി. ടൂറിസ്റ്റ് ബസ് നികുതി വർധനയിൽ തമിഴ്നാടിന് മന്ത്രി ഗണേഷ് കുമാറിന്റെ മുന്നറിയിപ്പ്. ഇങ്ങോട്ട് ദ്രോഹിച്ചാൽ അങ്ങോട്ടും ദ്രോഹിക്കും. ഇവിടെ നിന്ന് പോകുന്നവരെ അവിടെ ഉപദ്രവിച്ചാൽ അവിടെ നിന്ന് വരുന്നവരെ ഇവിടെയും ഉപദ്രവിക്കും. അതിനൊരു സംശയം വേണ്ട. KSRTC വണ്ടി പിടിച്ചിട്ടാൽ അവരെ തമിഴ്നാട് വണ്ടി പിടിച്ചത്. അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെയൊന്നും നമ്മളടുത്ത് കളിക്കേണ്ട. നമ്മളൊരു അയൽ സംസ്ഥാനമായിട്ട് സ്നേഹത്തിൽ പോവുകയാണ്. നമ്മളോടൊന്ന് ആലോചിക്കാനും ടാക്സ് വയ്ക്കും. നമ്മളൊന്ന് കൂടിയാലോചന ഞങ്ങളിങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒന്നും ചോദിച്ചില്ല. കേരളത്തിൽ നിന്ന് കയറുന്നവർക്കെല്ലാം ഒരു സീറ്റ് 4000 രൂപ വെച്ച് അങ്ങണിച്ചു കൊടുക്കും. നികുതി കൂട്ടിയത് കേരളവുമായി ആലോചിക്കാതെയെന്നും ഗതാഗത മന്ത്രി. പോലീസിൽ ലോക്കൽ ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറാകാതെ ഉദ്യോഗസ്ഥർ. അടൂർ KAP ക്യാമ്പിൽ നിന്ന് സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പോകാൻ സന്നദ്ധത അറിയിച്ചത് ഒരാൾ മാത്രം. നിലവിൽ സ്റ്റേഷനുകളിലുള്ളത് 130 ഒഴിവുകൾ. ലോകകപ്പ് 2020-ൽ ഫൈനൽ ബർത്തിനായി ഇന്ത്യ. ഇംഗ്ലണ്ടുമായുള്ള സെമി രാത്രി 8-ന്. അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക ഫൈനൽ. വാർത്തയിലേക്ക് വിശദമായി. TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവിനുള്ള നീക്കം വിവാദമായതോടെ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി സർക്കാർ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടത്. വിഷയം സബ്മിഷനായി സഭയിൽ ഉന്നയിക്കാനിരിക്കെയായിരുന്നു സർക്കാർ നീക്കം. TP കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സർക്കാർ പരിഗണനയിലില്ലെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. സർക്കാരിന്റെ ശമ്പളം പറ്റി പ്രതിപക്ഷത്തിന് വേണ്ടി ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. പ്രതിപക്ഷത്തിന്റെ ആവശ്യം രാഷ്ട്രീയ ലാഭമാണെന്നും MP രാജേഷ് പറഞ്ഞു. ഇങ്ങനെ ഒരു ശിക്ഷാ ഇളവ് സർക്കാർ പരിഗണിക്കുന്നതേയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ്. മാത്രമല്ല, തെറ്റായ റിപ്പോർട്ട് തേടിയവർക്കെതിരായി
നടപടിയും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പ്രതിപക്ഷം ഇപ്പോൾ ഇതിനെ കുടില രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലാത്തൊരു പ്രശ്നം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരിക, എന്നിട്ട് സഭയുടെ സമയം അതിനുവേണ്ടി അപഹരിക്കുക, എന്നിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന പ്രചരണം നടത്തുക. ഇന്ന് ഒരു കാര്യം വ്യക്തമായി, സർക്കാർ ഇത് പരിഗണിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടും പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായിട്ട് വന്നത് മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയാണ് എന്നുള്ളത് കാര്യം വ്യക്തമാക്കില്ലേ? വിവാദത്തിന് ശേഷവും ശിക്ഷാ ഇളവിന് നീക്കമുണ്ടായതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി. ശിക്ഷാ ഇളവ് നൽകാൻ ആലോചിച്ചിട്ടില്ലെങ്കിൽ രമയുടെ മൊഴി വീണ്ടും എടുത്തത് എന്തിനെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഇന്നലെ വൈകുന്നേരവും ഈ ക്രൂരന്മാരായ ക്രിമിനലുകൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികളുമായി ഈ സർക്കാർ മുന്നോട്ട് പോകുന്ന ദയനീയമായ സ്ഥിതിയാണുള്ളത്. സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാർ, ഈ പ്രതികളാരാ? പരോളിലിറങ്ങി സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, മയക്കുമരുന്ന് കേസ്, സ്വർണം പൊട്ടിക്കൽ കേസ്, ഇതില് കൊട്ടേഷൻ സംഘങ്ങൾ, നിരവധി തോക്ക്, ഇതിലെല്ലാം പ്രതികളായ ഈ ആളുകളെയാണ് ഈ ശിക്ഷാ ഇളവ് കൊടുത്ത് പുറത്താക്കാൻ ശ്രമിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് ഒന്ന് വേണ്ടത്, ഞാൻ അവസാനിപ്പിക്കുക, TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷാ ഇളവ്, കാരണം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് 20 വർഷം കാലാവധി പൂർത്തിയാകാതെ ശിക്ഷാ ഇളവ് കൊടുക്കും. അപ്പോ ഞങ്ങൾക്ക് വേണ്ടത് ഗവൺമെന്റിന്റെ അഷ്വറൻസ് ആണ്. ഒരു കാരണവശാലും TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഈ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കില്ല എന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ആഭ്യന്തര വകുപ്പ് അറിഞ്ഞാണ് ഇളവ് അനുവദിക്കാൻ തീരുമാനിച്ചതെന്നും സർക്കാരിന്റെ മുഖം രക്ഷിക്കാനാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തതെന്നും KK രമ പറഞ്ഞു. അപ്പൊ ഇന്നലെ രാത്രിയാണ് അപ്രതീക്ഷിതമായി കൊളവല്ലൂർ സ്റ്റേഷനിൽ നിന്ന് 7:37 എനിക്കൊരു കോള് വരുന്നത്. ആ കോള് വന്നപ്പോ അദ്ദേഹം പോലീസുകാരൻ, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഞാൻ നിങ്ങളെ മൊഴി എടുക്കാനാണെന്ന് വിളിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് മൊഴി എടുത്തല്ലോ? അപ്പൊ അല്ല, അതിനകത്തൊരു പ്രതി കൂടിയുണ്ട്, മനോജ് എന്ന് പറയുന്ന ട്രൗസർ മനോജ്. അപ്പൊ നമ്മൾ അതുവരെ ട്രൗസർ മനോജ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധയിലില്ല. 3 പേരെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ട്രൗസർ മനോജ് കൂടി ഉണ്ട് എന്ന് ലിസ്റ്റ് നോക്കുമ്പോൾ അതിനകത്ത് 7ാമത്തെ പ്രതിയായിട്ട് ട്രൗസർ മനോജ് ഉണ്ട്. അപ്പൊ അതിന്റെ മൊഴി എങ്ങനെയാണ്, അത് പുറത്തു വിട്ടാൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് സർക്കാരിന് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പൊ ഈ ട്രൗസർ മനോജ് എന്ന് പറയുന്നത് ഈ TP കേസിലെ ഗൂഢാലോചന കേസിലെ ഒരു 3 പേര്, വിചാരണ കോടതി ആദ്യം ശിക്ഷിച്ച 3 പേരിൽ ഒരാളാണ് ഈ ട്രൗസർ മനോജ്. അതില് 11ാം പ്രതിയായ ട്രൗസർ മനോജ്, അദ്ദേഹം അന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറിയായി ഗൂഢാലോചനയിൽ കുഞ്ഞനന്ദനോടൊപ്പം, ജ്യോതിബാബുവിനോടൊപ്പം, രാമചന്ദ്രനോടൊപ്പം പങ്കെടുത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തെ കൂടി വിട്ടയക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനം. ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ സർക്കാർ ഇപ്പൊ ശ്രമിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ ഈ പ്രതികളുടെ ലിസ്റ്റ് വരുമോ? ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നടക്കില്ല. 3/6 കൃത്യമായ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അവിടുത്തെ ജയിൽ ഉപദേശക സമിതി ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളുടെ ലിസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ വിവാദമായപ്പോൾ, ഇതിനകത്ത് വലിയ പ്രതിഷേധമുയർന്നപ്പോൾ അവരുടെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലെത്തിയത്. സർക്കാർ നടപടിയിൽ തൃപ്തരാകാതിരുന്ന പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. അതേസമയം TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവിലെ സബ്മിഷന് അനുമതി നിഷേധിച്ചത് ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞെന്ന പ്രതിപക്ഷ ആരോപണത്തിലാണ് സ്പീക്കർ വിശദീകരണം നൽകിയത്. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കം നടത്തിയതിന്റെ ഒരു രേഖയും പുറത്തു വന്നിരുന്നില്ല. ഒരു താൽപര്യങ്ങളും തന്നെ സ്വാധീനിച്ചിട്ടില്ല. സ്പീക്കറെ സഭാതലത്തിൽ ചോദ്യം ചെയ്തതും മുദ്രാവാക്യം വിളിച്ചതും അങ്ങേയറ്റം ഖേദകരമാണെന്നും വാർത്താക്കുറിപ്പിൽ സ്പീക്കർ അറിയിച്ചു. CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിനെതിരെ ഭീഷണിയുമായി ആകാശ് തില്ലങ്കേരി. പാർട്ടിക്കെതിരെ എന്തും പറയാമെന്ന് കരുതണ്ട, അക്കാര്യം ബോധ്യപ്പെടുത്താൻ അധികം സമയം വേണ്ട, കൂടെയുള്ള ബിസിനസ്സുകാർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലെന്നും ഫേസ്ബുക്കിലൂടെ ഭീഷണി. അതിനിടെ FBയിൽ മനു തോമസ് മറുപടി നൽകി. രാഷ്ട്രീയ കൊലപാതകങ്ങളെ വിമർശിച്ച CPIM മുൻ ജില്ലാ കമ്മിറ്റി അംഗം ഒഞ്ചിയത്തും എടയന്നൂരും നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നുവെന്ന് വിമർശിച്ചു. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്.
കണ്ണൂരിലെ CPM രാഷ്ട്രീയത്തെ കലുഷിതമാക്കിയാണ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ നേതാവ് മുൻ നേതാവ് മനു തോമസും പാർട്ടി നേതാക്കളും പാർട്ടിയുടെ അനുഭാവികളും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറിയത് മനു തോമസിനെതിരായി ആകാശ് തില്ലങ്കേരി ശുഭവേദ കേസിലെ പ്രതിയും നിരവധി കൊട്ടേഷൻ സ്വർണ്ണം പൊട്ടിക്കൽ കേസുകളിലെ പ്രതിയുമായ ആകാശ് തില്ലങ്കേരി ഫേസ്ബുക്കിലൂടെ ഭീഷണി മുഴക്കിയതാണ്. ഈ മനുവിൻ്റെ ഒരു പോസ്റ്റിന് കീഴിൽ കമന്റ് എന്ന രൂപത്തിലാണ് പരാമർശങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ അധിക സമയം വേണ്ട, കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലെന്നും ആകാശ് തില്ലങ്കേരി പറയുകയും ചെയ്തിരുന്നു. ഈ പോസ്റ്റിന് പിന്നിലുള്ള ഈ പോസ്റ്റിന് താഴെയുള്ള കമന്റ് വിവാദമായതോടെ ആകാശ് തില്ലങ്കേരി പിന്നീട് ഇത് മാറ്റുകയും ചെയ്തു. നേരത്തെ മനു തോമസും P ജയരാജനുമായി ഫേസ്ബുക്കിലൂടെ തന്നെ വാഗ്വാദങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. പാർട്ടിയെ കുത്തിവലിക്കാൻ മാധ്യമങ്ങളിലൂടെ അവസരമൊരുക്കിയത് P ജയരാജനാണ് എന്നായിരുന്നു മനു തോമസ് ആരോപണം ഉന്നയിച്ചത്. ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി സെക്രട്ടറിയെ ജയരാജൻ സൃഷ്ടിച്ചു, പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ജയരാജൻ ശ്രമിച്ചു എന്നൊക്കെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് മറുപടിയായി ഇതിനു മുമ്പ് ജയരാജൻ പറഞ്ഞത് ആരെങ്കിലും ലക്ഷ്യമിട്ട് തെറ്റായ ആരോപണം ഉന്നയിച്ചാൽ പാർട്ടി കൂട്ടുനിൽക്കത്തില്ലെന്നും തിരുത്തേണ്ടത് മനു തോമസ് ആണെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ജില്ലാ കമ്മിറ്റി അംഗം ആയതിനു പിന്നാലെ വ്യാപാര സംരംഭങ്ങളിൽ നിന്നും ഒഴിവാകണമെന്ന നിർദ്ദേശം മനു തോമസ് പാലിച്ചില്ലെന്നും ഒരു വിപ്ലവകാരിയുടെ പതനം മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നത് CPM വിട്ടതുകൊണ്ടാണെന്നും ജയരാജൻ പറഞ്ഞിരുന്നു. എന്തായാലും ആകാശ് തില്ലങ്കേരിയുടെ പോസ്റ്റ് വിവാദമായതിനു പിന്നാലെ മറുപടിയുമായി മനു തോമസും രംഗത്തെത്തിയിരുന്നു. P ജയരാജന് അദ്ദേഹത്തിന്റെ തന്നെ എനിക്കെതിരായ തെറ്റിദ്ധാരണമായ FB പോസ്റ്റിനെ ആധാരമാക്കിയൊരു സംവാദത്തിനായി താൻ ക്ഷണിച്ചു. എന്നാൽ ഇതിന് മറുപടിയായി ഒരു കൊലവിളി പോസ്റ്റുമായാണ് സ്വർണം പൊട്ടിക്കൽ മാഫിയ രംഗത്തെത്തിയത്. ഇത്തരത്തിലെ സംഘത്തിന്റെ തലവന്മാർ എത്തിയതിൽ താൻ ആശ്ചര്യപ്പെടുന്നില്ല എന്നും പോസ്റ്റിൽ പറയുന്നു. കണ്ണൂരിലെ സംഘടനയെ രക്ഷിക്കാൻ അധികം സമയം വേണ്ട എന്ന ഭീഷണിയിൽ നിന്നും അക്കാര്യം നിങ്ങളെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പറയേണ്ട ബാധ്യത CPM നേതൃത്വത്തിലാണ് എന്ന് മനു തോമസ് പറയുന്നു. ഒപ്പം ഒഞ്ചിയവും എടയന്നൂരും ഉൾപ്പെടെ നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നു എന്ന കുറ്റപ്പെടുത്തലും അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളെക്കുറിച്ചുള്ള കൊലപാതകങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ചിത്രവും മനു തോമസ് നൽകുന്നുണ്ട്. എന്തായാലും ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, അത് നട്ടിൽ നിവൃത്തി നിന്ന് സമരം ചെയ്യുന്നതിനിടെ ആയിരിക്കണം, ഒറ്റയ്ക്കായാലും സംഘടനയ്ക്ക് പുറത്തായാലും എന്ന് മനു തോമസ് പറയുന്നു. ഏറ്റവും ഒടുവിൽ കൊല്ലാനാവും, പക്ഷേ നാളെയുടെ നാവുകളെ നിശബ്ദമാക്കാനാവില്ല. അതുകൊണ്ട് തെല്ലും ഭയമില്ല വ്യാജ സൈന്യങ്ങളെ എന്ന വാക്ക് കൃത്യമായി തന്നെ മനു തോമസ് ഉപയോഗിച്ചിരിക്കുന്നു. കാരണം TP ചന്ദ്രശേഖരൻ വധവും ഷുഹൈബ് വധവും അടക്കമുള്ള കാര്യങ്ങളിൽ ഈ വാടക കൊലയാളികളുടെ അല്ലെങ്കിൽ കൊട്ടേഷൻ അംഗങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും പലർക്കും ഈ TP ചന്ദ്രശേഖരൻ വധത്തിലടക്കം കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു വ്യാജ സൈന്യത്തെ ഇനിയും പുറത്തിറക്കാനുള്ള സാധ്യതകൾ നിലനിർത്തി തന്നെയാണ് ഇത്തരമൊരു വിമർശനവുമായി മനു മുന്നോട്ട് പോയിരിക്കുന്നത്. എന്തായാലും ഇരുപക്ഷത്തും വാഗ്വാദങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇനി തുടർ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ തുടർ ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കും എന്ന് തന്നെയാണ് കൗതുകത്തോടെ രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത്. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് കാലവർഷം അതിരൂക്ഷമായി തുടരുന്നു. കോഴിക്കോട് വെള്ളത്തിൽ കാൽ വഴുതി വീണ് യുവാവ് മരിച്ചു. ഒളവണ്ണ സ്വദേശി രതീഷാണ് മരിച്ചത്. മരങ്ങൾ കടപുഴകി വീണും അപകടമുണ്ടായി. നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചപ്പോൾ വ്യാപകമായ കൃഷിനാശവും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. വെള്ളക്കെട്ടും കടലാക്രമണവും പലയിടത്തും ശക്തമാണ്. കണ്ണൂർ ചൊക്ലിയിൽ നിർത്തിയിട്ട കാറുകൾക്ക് മുകളിലേക്ക് മരം വീണു. കാറുകൾ പൂർണ്ണമായും തകർന്നു. മൺസൂൺ ശക്തി പ്രാപിച്ചതോടെ സംസ്ഥാനത്ത് മഴ ദുരിതവും കൂടുകയാണ്. കോഴിക്കോട് വെള്ളത്തിൽ കാൽ വഴുതി വീണാണ് ഒളവണ്ണ സ്വദേശി രതീഷ് മരിച്ചത്. കനത്ത മഴയിൽ പന്തളത്ത് വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. പന്തളം കടക്കാട് പള്ളിക്കിഴക്കേതിൽ ഐഷ ബീവിയുടെ വീടാണ് ഇടിഞ്ഞു വീണത്. പ്രായമായ ഐഷ ബീവി, ബഷീർ റാവുത്തർ എന്നിവർ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. തിരുവനന്തപുരം കോട്ടൂരിൽ 2 വീടുകൾ തകർന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കോട്ടൂർ കടമൻകുന്ന് ജലാലുദ്ദീന്റെയും മുബീനയുടെയും വീടുകളാണ് തകർന്നത്. എറണാകുളം കണ്ണമാലിയിൽ കടലാക്രമണത്തിൽ വീട് തകർന്നു. പുത്തൻതോട് ബെഞ്ചമിന്റെ വീടാണ് തകർന്നത്. വീട്ടിനുള്ളിൽ തിരകയറി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ചു. കോട്ടയം തിരുവാതുക്കൽ വേളൂരിൽ കനത്ത മഴയിലും കാറ്റിലും മരങ്ങൾ വീണ് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. നദികളിലും അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുകയാണ്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ റാന്നി അരയാഞ്ഞിലിമൺ ക്രോസ് വേയിൽ വെള്ളം കയറി.
തിരുവല്ല കടപ്ര പഞ്ചായത്തിൽ 15-ലധികം വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 18 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കാസർഗോഡ് കുറ്റിക്കോൽ പള്ളഞ്ചിച്ചാലിൽ കൈവരിയില്ലാത്ത പാലത്തിൽ നിന്ന് കാർ പുഴയിലേക്ക് മറിഞ്ഞു. കാറിൽ ഉണ്ടായിരുന്ന 2 പേരെയും രക്ഷപ്പെടുത്തി. കാസർഗോഡ് മധുവാഹിനി പുഴ കരകവിഞ്ഞതോടെ മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിലും വെള്ളം കയറി. കണ്ണൂർ പയ്യന്നൂർ കനത്ത മഴയിലും കാറ്റിലും വ്യാപക കൃഷിനാശമുണ്ടായി. റബ്ബർ, കവുങ്ങ്, വാഴ തുടങ്ങിയവ നശിച്ചു. കാനായി വള്ളിക്കെട്ട് പ്രദേശത്ത് ഇലക്ട്രിക് പോസ്റ്റ് ലൈനുകളും തകർന്നു. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ, ഇടവനക്കാട്, തൃശൂർ ജില്ലയിലെ കയ്പമംഗലം, അഞ്ചങ്ങാടി, മുനയ്ക്കക്കടവ്, മലപ്പുറം ജില്ലയിലെ പൊന്നാനി, ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ എന്നിവിടങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 3 ജില്ലകളിൽ അതിശക്തമായ മഴയെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് മുതൽ പത്തനംതിട്ട വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. അതിരപ്പള്ളി വനമേഖലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകുന്നു. ചാർപ്പ, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞൊഴുകുകയാണ്. രൂക്ഷമായ കടൽക്ഷോഭത്തിന് പിന്നാലെ എറണാകുളം എടവനക്കാട് പഞ്ചായത്തിൽ നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ. കടൽക്ഷോഭം രൂക്ഷമായിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ജനകീയ സംരക്ഷണ സമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. എടവനക്കാട് മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് ജനകീയ സമരസമിതി റോഡ് ഉപരോധിച്ചിരുന്നു. ഫോർട്ട് കൊച്ചി സബ് കളക്ടർ സ്ഥലത്തെത്തി ചർച്ച നടത്തിയെങ്കിലും സമരക്കാർ പിന്തിരിഞ്ഞില്ല. വൈകിട്ടാണ് റോഡ് ഉപരോധം അവസാനിച്ചത്. നാളെ ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തും. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, അതിശക്തമായ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോഴും കളക്ടറുടെ ഇടപെടൽ ഉണ്ട്, അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. നാളത്തെ ഹർത്താൽ, അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ അവരുടെ തീരുമാനം? രേണുക, എടവനക്കാടുകാരുടെ പ്രതിഷേധം അത് ഇന്ന് ആരംഭിച്ചതല്ല. വർഷങ്ങളായി അവരുടെ ആവശ്യമാണ് സുരക്ഷിതമായി കിടന്നുറങ്ങാനുള്ള ഒരു സൌകര്യം ഒരുക്കണമെന്ന്. മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ ഈ വീടുകളിലേക്ക് വെള്ളം അടിച്ചു കയറി അവർക്കവിടെ ജീവിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇതുകൊണ്ട് തന്നെ ഒരു കടൽ ഭിത്തി, സുരക്ഷിതമായിട്ടുള്ള ഒരു കടൽ ഭിത്തി അല്ലെങ്കിൽ ഒരു ടെട്രാപോഡ് നിർമ്മാണം, ഇത് രണ്ടുമാണ് ഇവരുടെ ആവശ്യം. ഇത് ഏതെങ്കിലും ഒന്ന് സാധിച്ചു തരണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. മാറി മാറി വരുന്ന സർക്കാരുകൾ ഇവർക്ക് ഇത് നിർമ്മിച്ചു നൽകാമെന്ന് ഉറപ്പ് നൽകുന്നു. അത് ഒരു കടൽ തീരത്ത് വരച്ച വര പോലെ അത് മായുക അല്ലാതെ ഇവർക്ക് അത് നിർമ്മിച്ചു നൽകുകയോ അല്ലെങ്കിൽ ഇവർക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു സൌകര്യം അല്ലെങ്കിൽ ഒരു പാർപ്പിടം ഒരുക്കുകയോ ചെയ്തിട്ടില്ല. ഇതിനെ തുടർന്നാണ് ഇന്ന് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം എടവനക്കാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വൈപ്പിൻ എടവനക്കാട് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു ഇന്ന് പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പിന്നീട് സബ് കളക്ടർ അടക്കം എത്തി ഇവരുമായി സംസാരിച്ചു. പക്ഷേ ഒരു അനുനയ നീക്കത്തിന് ഇവർ ഒരു വിധത്തിലും തയ്യാറായിരുന്നില്ല. കാരണം ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ഇവർക്ക് പ്രതിഷേധിക്കുന്നു, ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് വാക്കുകൊടുക്കുന്നു എന്നത് അപ്പുറത്തേക്ക് ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നീട് ഈ ഇലക്ഷൻ എത്തുമ്പോൾ മാത്രമായിരിക്കും ഇവരുടെ അടുത്തേക്ക് സ്ഥാനാർത്ഥികൾ എത്തുക എന്നുള്ള ഒരു നിരവധി വാദങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇതിനെ തുടർന്നാണ് നാളെ ഒരു ഹർത്താലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രദേശവാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാലും കളക്ടർ നാളെ ഇവരുമായി യോഗം വിളിച്ചിട്ടുണ്ട്. നാളെ യോഗത്തിലെത്തി ഇതിലൊരു ഉചിതമായ നടപടി ഉടൻ തന്നെ സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. നാളെ അതുകൊണ്ട് തന്നെ 6 മണി മുതൽ, രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ എടവനക്കാട് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമരസമിതിയുടെ നേതൃത്വത്തിലായിരിക്കും ഹർത്താൽ നടത്തുക. എന്തായാലും നാളെ കളക്ടറുമായി സംസാരിക്കുന്നുണ്ട്. ഇന്ന് സബ് കളക്ടർ എത്തി പറഞ്ഞത് ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാരിന്റെ ഒരു അനുമതി
കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഈ കടൽ ഭിത്തി നിർമ്മാണത്തിലേക്ക് കടക്കാത്തത്. അത് ഉടൻ തന്നെ സർക്കാരിനെ വിഷയം ബോധിപ്പിച്ച് എത്രയും വേഗം ഇവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് സബ് കളക്ടർ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് മുഖവിലയ്ക്കെടുക്കാൻ ഇപ്പോഴും നാട്ടുകാർ തയ്യാറായിട്ടില്ല. കാരണം ഇത് വർഷങ്ങളായി ഇവർ കേൾക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നാളെ ഹർത്താലുമായി മുന്നോട്ട് പോകാൻ ഇടവനക്കാരുകാർ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ എന്തായാലും കളക്ടറുമായി ചർച്ച തീരുമാനിച്ചിട്ടുണ്ട്. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇനി മുന്നോട്ട് ഈ ഹർത്താൽ തുടരുമോ അതോ ഈ പ്രതിഷേധം അവസാനിപ്പിക്കാനാണോ എന്നത് എന്തായിരിക്കും ഇവരുടെ മുന്നോട്ടുള്ള തീരുമാനമെന്ന് നാളെ അറിയാൻ സാധിക്കും. രേണുക. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം ജില്ലയുടെ തീരദേശ മേഖലയിൽ കടൽക്ഷോഭത്തിന് നേരിയ ശമനമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം കടലേറ്റമുണ്ടാക്കിയ ദുരിതം മേഖലയിൽ ഏറെയുണ്ട്. വെള്ളം കയറിയ വീടുകളിലെ ആളുകൾ ബന്ധുവീടുകളിലേക്ക് മാറി. പൊന്നാനി മേഖലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പും തുടങ്ങിയിട്ടുണ്ട്. കടൽ വെള്ളം പ്രദേശത്തെ ജലസ്രോതസ്സുകളെ മലിനമാക്കാതിരിക്കാൻ വേണ്ട നടപടികളാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. മലപ്പുറത്തിന്റെ തീരദേശ മേഖലകളിൽ പ്രത്യേകിച്ച് പൊന്നാനി മുതൽ വെളിയങ്കോട് വരെയുള്ള 4 കിലോമീറ്ററിലധികം ദൂരത്താണ് വലിയ തോതിൽ തന്നെ കടൽക്ഷോഭം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 50-ലധികം വീടുകളിലേക്ക് കടൽവെള്ളം കയറുന്ന ഒരു സാഹചര്യം, ആളുകൾ ഇവിടുന്ന് മാറി താമസിക്കുന്ന സാഹചര്യം, അതൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായി. പക്ഷേ ഇന്ന് രാവിലെ മുതൽ കടൽ ശാന്തമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ ഇവിടുത്തെ മറ്റൊരു പ്രധാന പ്രശ്നം, കഴിഞ്ഞ ദിവസം കടൽക്ഷോഭത്തിൽ കടൽ ഏകദേശം ഒരു 100 മീറ്ററോളം അടുത്തേക്ക് കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖല മൊത്തം മണൽ നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ്. വീടുകളിലേക്ക് മണൽ കയറിയിട്ടുണ്ട്, കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് ഈ കടൽ വെള്ളം കയറിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ കിടന്നിരുന്ന കടൽ വെള്ളം ഒരു ചാല് വെട്ടി ഒഴുക്കി വിടുന്ന ഒരു പ്രവൃത്തിയാണ് പൂർത്തീകരിക്കുന്നത്. എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ കാര്യം? ഇത് കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് കയറിയ വെള്ളം നമ്മളുടെ പാടശേഖരത്തിനകത്തും തോട്ടിലും നിന്ന് കഴിഞ്ഞാൽ കുടിവെള്ള പ്രശ്നത്തിന് വലിയ ഒരു പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. ഈ വെള്ളം നിന്ന് കുടിവെള്ളത്തിൽ കയറുകയും കുടിക്കാനുള്ള വെള്ളത്തിൽ മലിനമാകുന്നൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം താൽക്കാലിക പരിഹാരമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. അങ്ങനെ കെട്ടിയിരിക്കുന്ന വെള്ളങ്ങൾ ചെറിയ ചാല് കയറി പുഴയിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു പരിപാടി മാത്രം. ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങളൊന്നും ഇതിപ്പോ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരമാണ്. അതെ, പഞ്ചായത്തിന്റെ ഇതിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇതൊരു പഴയ തോടായിരുന്നു എന്നാണ് പറഞ്ഞു അല്ലേ? അത് കഴിഞ്ഞ വർഷം ഇതുപോലെ കടൽക്ഷോഭം ഉണ്ടായപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ തോടായിരുന്നു. ഈ തോട് ഇപ്പോൾ ഇന്നലത്തെ കടൽക്ഷോഭത്തിൽ ഈ തോട് പൂർണ്ണമായിട്ട് മൂടിക്കഴിഞ്ഞു, മണ്ണ് കയറി മൂടിക്കഴിഞ്ഞു. അപ്പൊ ഇനി ഇത് കൂടാതെ അപ്പുറത്തൊരു വേറെ തോടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ വർഷം കഴിയുന്നതും കടൽ ഓരോ വർഷം കൂടുന്നതും കടൽ കയറി വരെയാണ്. ഭൂമി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ ഈ ഒരു നാടില്ലാതാവുന്ന ഒരു സാഹചര്യത്തേക്കാണ് പോകുന്നത്. അത് മുമ്പ് നിങ്ങൾക്ക് നമ്മൾ വരുന്ന വഴിക്ക് പല സ്ഥാപനങ്ങളും കണ്ടു. അത് കടലിന്റെ തീരത്താണ്, തൊട്ട് തീരത്താണ് ഇപ്പോൾ നിങ്ങൾ പല വീടുകളും. മുൻപ് അത് നിർമ്മിച്ച സമയത്തൊക്കെ കടൽ ഒരുപാട് അകലെയായിരിക്കും അല്ലേ? കടൽ ഇവിടുന്ന് ഒരുപാട് ദൂരെയായിരുന്നു കടൽ. ഇതിപ്പോൾ വർഷങ്ങളായിട്ട് കയറി ഓരോ വർഷങ്ങളിലും കയറി ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തൊക്കെ ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഓരോ കാലങ്ങളിലായിട്ട് നഷ്ടപ്പെട്ട് ഇങ്ങനെ വരുന്നതാണ്. ഇതിൽ കടൽ ഭിത്തിയുടെ കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം ഇല്ലാതെ, ഒരു ശാസ്ത്രീയമായ രീതിയിൽ കടൽ ഭിത്തി നിർമ്മിക്കാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല എന്നാണ് അധികൃതർ പറയുന്നത്. കടൽ ഭിത്തിയുടെ കാര്യത്തിൽ കടൽ ഭിത്തി ഒരുപാട് പഠനങ്ങൾ ഇവിടെ ഓൾറെഡി നടത്തിപ്പോയിട്ടുണ്ട്. ചെല്ലാനം മോഡൽ പദ്ധതി, ടെട്രാപോഡ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പദ്ധതികൾ എന്തായിട്ടുണ്ട്, ഇവിടെ പഠനം നടത്തിപ്പോയിട്ടുണ്ട്. പക്ഷേ ആ പദ്ധതികളൊന്നും ഇതുവരെ ഇവിടെ നടപ്പിലാക്കി. പഠനങ്ങൾ മാത്രം നടക്കുന്നുള്ളൂ, പദ്ധതി ആയി വരുന്നില്ല. ഇത് ഈ ഒരു പ്രദേശത്തെ പഞ്ചായത്ത് അംഗം കൂടിയാണ് നമ്മോട് സംസാരിച്ച താഹിർ. അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട കാര്യം കടൽ ഭിത്തിക്ക് വേണ്ടിയുള്ള പഠനങ്ങൾ മാത്രമാണ് നടക്കുന്നത്, പ്രായോഗിക തലത്തിലൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സജീവമായിട്ട് ഇപ്പോൾ നടക്കുന്നത് ഈ ഒരു മേഖലയിൽ കെട്ടിക്കിടന്ന ഉപ്പുവെള്ളം, കടൽവെള്ളം നീക്കി അത് പുഴയിലേക്ക് തിരിച്ചുവിടാനുള്ള പ്രവൃത്തികളാണ് സജീവമായിട്ട് ഇവിടെ പുരോഗമിക്കുന്നത്. കാരണം ജനവാസ മേഖലയിലേക്ക് ഈ കടൽവെള്ളം കയറിയതിന്റെ പ്രശ്നങ്ങൾ എത്തരുത്, അതിന്റെ ജലസ്രോതസ്സുകൾ, ആ മേഖലയുടെ ജലസ്രോതസ്സുകൾ മലിനമാകരുത് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആണ് ഇവിടെ ഈ ഒരു പ്രവൃത്തിക്ക് പിന്നിലുള്ളത്. എന്താണെങ്കിലും കടൽക്ഷോഭത്തിന്റെ ശക്തി കുറഞ്ഞെങ്കിലും കടലേറ്റം ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ അത് ചെറുതല്ല. അതിൽ നിന്നും കരകയറാനുള്ള വലിയ പരിശ്രമത്തിലാണ് ഈ പ്രദേശവാസികൾ. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഇനി അധികം പറയാൻ പോയി കഴിഞ്ഞാൽ ശരിയാവും. അങ്ങ് പറഞ്ഞ കുറേ പോയിന്റ് ഞാൻ കേട്ടിട്ടും അടുത്താണ്, അതുകൊണ്ടാണ് പറയുന്നത് ഈ സെഷനിൽ തന്നെ. ഞാൻ ബാക്കി പറയാൻ കുറെ കേട്ടു. ഇതിനകത്ത് അങ്ങ് മനസ്സിലാക്കേണ്ടത്
സജി ചെറിയാനെ കളിയാക്കി സ്പീക്കർ. വാർത്താ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, അടിയന്തരാവസ്ഥ തുടങ്ങിയവ പരാമർശിച്ചും NDA സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയും നിഷ്പക്ഷ അന്വേഷണവും ഉണ്ടാകുമെന്ന് രാഷ്ട്രപതി ഉറപ്പു നൽകി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കിടെ നീറ്റും മണിപ്പൂർ വിഷയവും പ്രതിപക്ഷമുയർത്തി. അരവിന്ദ് കെജ്രിവാളിനെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്ന് ആരോപിച്ച് ആം ആദ്മി പാർട്ടി അംഗങ്ങൾ രാഷ്ട്രപതിയുടെ അഭിസംബോധന ബഹിഷ്കരിച്ചു. മൂന്നാം തവണയും ജനങ്ങൾ സർക്കാരിൽ വിശ്വാസമർപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സർക്കാരിന്റെ നയം പ്രഖ്യാപിച്ചു. ഐതിഹാസിക തീരുമാനങ്ങൾ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാകും. ബജറ്റ് ചരിത്രപരമാകുമെന്ന പരാമർശം സാമ്പത്തിക പരിഷ്കരണ നടപടികൾ തുടരും എന്നതിന്റെ സൂചനയാണ്. വിവാദമായ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയും അടിയന്തരാവസ്ഥയും അഭിസംബോധനയിൽ രാഷ്ട്രപതി പരാമർശിച്ചു. സർക്കാർ റിക്രൂട്ട്മെന്റുകളിലും പരീക്ഷകളിലും വിശുദ്ധിയും സുതാര്യതയും അനിവാര്യമാണ്. അന്വേഷണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കുറ്റവാളികൾക്കെതിരെ കർശന ശിക്ഷ ഉറപ്പാക്കുമെന്നും രാഷ്ട്രപതി നീറ്റ് പരാമർശിച്ചപ്പോൾ നീറ്റ് എന്ന് പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കി. എന്നാൽ പരിഹാരം കാണുന്നതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉയരണം എന്നായിരുന്നു രാഷ്ട്രപതിയുടെ പ്രതികരണം. हाल ही में कुछ परीक्षाओं में हुई पेपर लीक की घटनाओं की निष्पक्ष जांच और दोषियों को कड़ी से कड़ी सजा दिलवाने के लिए मेरी सरकार प्रतिबद्ध है. इससे पहले भी हमने देखा है कि कोई राज्यों में पेपर लीक की घटनाएं होती रही है. इस पर दलीय राजनीति से ऊपर उठकर देशव्यापी ठोस उपाय करने की जरूरत है. കഴിഞ്ഞ ദിവസം സ്പീക്കറായിരുന്നു അടിയന്തരാവസ്ഥ പരാമർശിച്ചത് എങ്കിൽ അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്ക് നേരെയുണ്ടായ ആക്രമണം എന്നായിരുന്നു രാഷ്ട്രപതിയുടെ കുറ്റപ്പെടുത്തൽ. देश में संविधान लागू होने के बाद भी संविधान पर अनेक बार हमले हुए हैं. आज 27 जून है. 25 जून 1975 को लागू हुआ आपातकाल संविधान पर सीधे हमले का सबसे बड़ा और काला अध्याय था. तो पूरे देश में हाहाकार मच गया था. लेकिन ऐसी असंवैधानिक ताकतों पर देश ने विजय प्राप्त करके दिखाया, क्योंकि भारत के मूल में गणतंत्र की परंपराएं रही है. വടക്ക് കിഴക്കൻ മേഖലയിൽ സമാധാനം ഉറപ്പാക്കാൻ സർക്കാർ പ്രവർത്തിക്കുന്നതായും കഴിഞ്ഞ 10 വർഷത്തിനിടെ സംഘർഷങ്ങൾ കുറഞ്ഞതായും രാഷ്ട്രപതി പറഞ്ഞപ്പോൾ മണിപ്പൂർ എന്ന പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കി. अनेक पुराने विवादों को हल किया गया. अनेक अहम समझौते हुई है. नॉर्थ ईस्ट में अशांत क्षेत्रों में तेज विकास करके चरणबद्ध तरीके से अफवाह हटाने का काम भी जारी है. देश के हर क्षेत्र में विकास के नए आयाम भारत के भविष्य का उद्घोष कर रहे हैं. माननीय सदस्य, वुमेन लेड डेवलपमेंट के लिए समर्पित मेरी सरकार ने महिला सशक्तिकरण के एक नई युग की शुरुआत की है. देश की नारी शक्ति लंबे समय तक लोकसभा और विधानसभा में अधिक भागीदारी की मांग कर रही थी. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് രാഷ്ട്രപതിയുടെ പ്രസംഗം ആം ആദ്മി പാർട്ടി അംഗങ്ങൾ ബഹിഷ്കരിച്ചു. ലോക്സഭാംഗമായി ശശി തരൂർ സത്യപ്രതിജ്ഞ ചെയ്തു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്ത് സ്പീക്കർ ഓം ബിർള. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്ത ശേഷം ലോക്സഭ ചേർന്നപ്പോഴാണ് സ്പീക്കർ രാഹുലിനെ സ്വാഗതം ചെയ്തത്. പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ സ്പീക്കർ ആശംസകൾ നേരുകയും ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുത്തത്. തുടർന്ന് രാഹുലിനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തുവെന്ന് വ്യക്തമാക്കുന്ന കത്ത് പ്രോട്ടേം സ്പീക്കർക്ക് കൈമാറുകയും ചെയ്തിരുന്നു.
നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിന് നേരെ പോലീസ് ലാത്തിചാർജ്. ജന്തർ മന്ദറിൽ നടത്തിയ സമരത്തിന് നേരെയാണ് ലാത്തിചാർജ് ഉണ്ടായത്. ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് പരിക്കേറ്റു. ശരീരത്തിൽ ലാത്തി കൊണ്ട് മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട്. ഡൽഹിയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഓഫീസിന് നേരെ NSUI നടത്തിയ പ്രതിഷേധ മാർച്ചിലായിരുന്നു ലാത്തിചാർജ്. ലോക്സഭയിൽ സ്പീക്കറുടെ ചെയറിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ചെങ്കോൽ നീക്കണമെന്നാവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടി. ചെങ്കോൽ രാജഭരണകാലത്തെ ഓർമ്മപ്പെടുത്തലാണ്. പാർലമെന്റിൽ സ്ഥാപിക്കേണ്ടത് ഭരണഘടനയുടെ പകർപ്പാണെന്നും സ്പീക്കർ ഓം ബിർളയ്ക്ക് അയച്ച കത്തിൽ SP അംഗം RK ചൌധരി ആവശ്യപ്പെട്ടു. जब से देश में संविधान लागू हुआ है तब से देश में लोकतंत्र है. लोकतंत्र का जो प्रतीक है वो संविधान है. लेकिन बीजेपी सरकार ने, खासतौर जो पिछली सरकार है, मोदी जी के नेतृत्व में उस संसद भवन में जहां स्पीकर बैठते हैं दाहिनी तरफ सेंगोल स्थापित कर दिया है. सेंगोल तमिल भाषा का शब्द है. उसका हिंदी माने है राजदंड. राजदंड का और हिंदी माने है राजा की छड़ी. राजा की छड़ी और माने है राजा का डंडा. कभी राजा जब अपने दरबार में बैठता था तो फैसला करता था, एक डंडा पीटता था, छड़ी पीटता था. अब इस देश में 555 राजाओं को सरेंडर करके ये देश आज़ाद हुआ है. और अब हर वो व्यक्ति, चाहे महिला हो चाहे पुरुष हो, अगर बालिग है और वोट का अधिकार रखता है तो उसके एक एक वोट से इस देश में शासन प्रशासन चलेगा. ये तय हो गया है. तो अब देश संविधान चलेगा, न कि राजा का डंडा चलेगा. तो इसलिए हमारी मांग है कि अगर लोकतंत्र बचाना है तो संसद भवन से सिंगुल को हटाना है. മോഹൻലാൽഗഞ്ച് മണ്ഡലത്തിൽ നിന്നുള്ള MP-യാണ് RK ചൌധരി. ചൌധരിയെ പിന്തുണച്ച് SP അധ്യക്ഷൻ അഖിലേഷ് യാദവും രംഗത്തെത്തി. എന്നാൽ സമാജ്വാദി പാർട്ടി രാജ്യത്തിന്റെ പാരമ്പര്യത്തെ വെല്ലുവിളിക്കുകയാണെന്ന് BJP തിരിച്ചടിച്ചു. SP അംഗത്തിന്റെ നീക്കത്തിനെതിരെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രംഗത്തെത്തി. കളിയിക്കാവിള കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ്. പ്രതികളുടെ ലക്ഷ്യം വ്യവസായി ദീപുവിന്റെ കൈവശമുണ്ടായിരുന്ന പണം തട്ടിയെടുക്കലെന്നും പോലീസ്. മദ്യപാനത്തിനിടയിൽ അമ്പിളിയും സുനിലും ചേർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. കാറിലുണ്ടായിരുന്നത് 7.5 ലക്ഷം രൂപയാണ്. മുഴുവൻ തുകയും അമ്പിളിയുടെ വീട്ടിൽ നിന്ന് വീണ്ടെടുത്തതായി പോലീസ് പറയുന്നു. ദീപുവിന്റെ ഭാര്യയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അതേസമയം കൊലപാതകത്തിന് ശേഷം പ്രതി അമ്പിളി മെഡിക്കൽ സ്റ്റോറിൽ എത്തിയതിന്റെ ദൃശ്യവും പുറത്തുവന്നു. തമിഴ്നാട്ടിലെ പന്താലുംമൂട്ടിലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യമാണ് ന്യൂസ് 18 ലഭിച്ചത്. പണത്തിനു വേണ്ടി കൊല നടത്തിയെന്ന കുറ്റസമ്മത മൊഴിയാണ് അമ്പിളി പോലീസിന് നൽകിയത്. കേസിൽ CCTV ദൃശ്യങ്ങൾ നിർണായകമായി. കൊല നടത്തിയതിനു ശേഷം സമീപത്തെ ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് അമ്പിളി ചെല്ലുകയും കളിയിക്കാവിളയിലേക്ക് പോകാൻ ടാക്സിയോ ഓട്ടോയോ ലഭിക്കുമോ എന്ന് അവിടുത്തെ ജീവനക്കാരനോട് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ വാഹനങ്ങൾ ലഭിക്കില്ല എന്നറിഞ്ഞതോടെ ബൈക്കിൽ തന്നെ കളിയിക്കാവിളയിൽ വിടാമോ എന്ന് ചോദിക്കുന്നു. അതും പറ്റില്ല എന്ന് ജീവനക്കാരൻ പറഞ്ഞതോടെ ജീവനക്കാരൻ്റെ ഫോണിൽ നിന്ന് ആരെയോ വിളിക്കുന്നു. എന്നാൽ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞ് ആ ഫോൺ നൽകി തിരികെ പോവുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം പുലർച്ചെയാണ് തമിഴ്നാട് പോലീസ് മലയത്തെ വീട്ടിൽ നിന്ന് അമ്പിളിയെ പിടികൂടുന്നത്. വീണ്ടും ഇന്ന് വീട്ടിൽ പരിശോധന നടത്തി. അവിടെ നിന്ന് കത്തി കണ്ടെത്തി. വീടിന് സമീപത്തെ ഒരു തോട്ടിൽ ഉപേക്ഷിച്ചതായിരുന്നു കത്തി. ആ കത്തി കണ്ടെത്തി. 2 ആയുധങ്ങളാണ് കൊലയ്ക്ക് ഉപയോഗിച്ചത്. കത്തിയും സർജിക്കൽ ബ്ലേഡും. അതിൽ കത്തി ആദ്യം ഒടിഞ്ഞത് കാരണം സർജിക്കൽ ബ്ലേഡ് ഉപയോഗിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ മയക്കാൻ വേണ്ടി ക്ലോറോഫോം ദീപുവിന് പ്രയോഗിച്ച ശേഷമാണ് ഈ കൊലപാതകം നടത്തിയതെന്ന ഒരു മൊഴി കൂടി നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല
സുനിൽ എന്ന ഒരാളിൻ്റെ പങ്ക് കൂടി ഈ കേസിൽ തെളിഞ്ഞു വരുന്നു. സുനിലും അമ്പിളിയുമായി നടത്തിയ ഗൂഢാലോചന, അതിനെ തുടർന്നായിരുന്നു ഈ കൊലപാതകമെന്നാണ്. അമ്പിളിയുടെ സുഹൃത്തായ സുനിൽ തിരുവനന്തപുരം സ്വദേശിയാണ്. 2 മെഡിക്കൽ സ്റ്റോറുകളുണ്ട്. സർജിക്കൽ ബ്ലേഡും ക്ലോറോഫോമും മാസ്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയത് സുനിലാണെന്ന കാര്യം കൂടി അമ്പിളി വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, നേരത്തെ ഈ CCTVയിൽ കണ്ട മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരൻ നൽകിയ മൊഴി അനുസരിച്ച് അമ്പിളി വിളിച്ചത് സുനിലിനെയാണെന്ന് കണ്ടെത്തി. കൊലപാതകം രണ്ടുപേരും ഒരുമിച്ച് ആസൂത്രണം ചെയ്യുകയും കൊലപാതകത്തിന് ശേഷം വാഹനമായി എത്തുമെന്ന് സുനിൽ അമ്പിളിയോട് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വാഹനവുമായി എത്താത്തതിനെ തുടർന്നാണ് സുനിലിനെ ബന്ധപ്പെടാൻ അമ്പിളി ശ്രമിച്ചത്. ആ സമയത്ത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. സുനിൽ ഇതിൽ നിന്ന് വഴുതി മാറി, കൊലപാതകത്തിന് ശേഷം ഇതിൽ നിന്ന് പിന്മാറി എന്ന ഒരു സൂചനയാണ് ലഭിക്കുന്നത്. സുനിലിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. തട്ടിയെടുത്ത പണം ഏതാണ്ട് 7.5 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പോലീസ് പറയുന്നത്. ഈ പണം മുഴുവൻ തിരികെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ദീപുവിൻ്റെ ഭാര്യയെയും ബന്ധുക്കളെയും കളിക്കാവിള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി. മറ്റുള്ളവരിൽ നിന്നും പോലീസ് മൊഴി ശേഖരിക്കുന്നുണ്ട്. പണത്തിന് വേണ്ടി നടത്തിയ കൊലപാതകം എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഏറ്റവും ഒടുവിൽ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. വിനോദിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ടൂറിസ്റ്റ് ബസ്സുകളുടെ നികുതി വർദ്ധിപ്പിച്ച തമിഴ്നാട് സർക്കാരിന് മുന്നറിയിപ്പുമായി മന്ത്രി ഗണേഷ് കുമാർ. കേരള സർക്കാരുമായി കൂടിയാലോചിക്കാതെയാണ് തമിഴ്നാട് ടാക്സ് വർദ്ധിപ്പിച്ചത്. അവിടെ 4000 വാങ്ങിയാൽ ഇവിടെയും 4000 വാങ്ങിക്കും. ഇങ്ങോട്ട് ദ്രോഹിച്ചാൽ തിരികെ അങ്ങോട്ടും ദ്രോഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല സീസണാണ് വരുന്നതെന്ന് തമിഴ്നാട് ഓർക്കണം. തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ മുഴുവൻ ഒരു ടാക്സ് ആണെന്ന് പറയുന്നു. പക്ഷേ അയൽ സംസ്ഥാനത്ത് കയറുമ്പോൾ നമ്മളോടൊരു ആലോചനയില്ലാതെ തമിഴ്നാട് സർക്കാർ ഒറ്റയടിക്ക് 4000 രൂപ വർദ്ധിപ്പിക്കാൻ തരും. ഒരു സീറ്റിന് അവർ 4000 രൂപ വർദ്ധിപ്പിച്ചു. അപ്പോൾ എന്നെ ഇത് അറിയിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടൊന്നും ഉദ്യോഗസ്ഥന്മാർ കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഇരിക്കട്ടെ, നമുക്ക് 4000 രൂപ ഇങ്ങോട്ടെന്ന് പറഞ്ഞു. തമിഴ്നാട്ടുകാർ മനസ്സിലാക്കണം, ശബരിമല സീസൺ വരെയാണ്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട്. ഞങ്ങൾ ഖജനാവിൽ നിറയ്ക്കും പണം. ഇവിടെ നിന്ന് പോകുന്നവരെ അവിടെ ഉപദ്രവിച്ചാൽ അവിടെ നിന്ന് വരുന്നവരെ ഇവിടെയും ഉപദ്രവിക്കും. അതിനൊരു സംശയം വേണ്ട. KSRTC വണ്ടി പിടിച്ചിട്ടാൽ അവരെ തമിഴ്നാട് വണ്ടിയും പിടിച്ചെടുക്കും. അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെയൊന്നും നമ്മളടുത്ത് കളിക്കേണ്ട. നമ്മളൊരു അയൽ സംസ്ഥാനമായിട്ട് സ്നേഹത്തിൽ പോവുകയാണ്. നമ്മളോടൊന്ന് ആലോചിക്കാനും ടാക്സ് വയ്ക്കും. നമ്മളൊന്ന് കൂടിയാലോചന, ഞങ്ങളിങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും, നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒന്നും ചോദിച്ചില്ല. കേരളത്തിൽ നിന്ന് കയറുന്നവർക്കെല്ലാം ഒരു സീറ്റിന് 4000 രൂപ വെച്ച് അങ്ങണിച്ച് കൊടുക്കുക. ഇന്ത്യ മുഴുവൻ ഒരേ ടാക്സ് എന്നാണ് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്. പക്ഷേ ഇതാണ് സ്ഥിതി. അപ്പോൾ നമ്മളത് കർശനമായ നിലപാടാണ് കാര്യത്തിൽ. ഒരു മാറ്റമില്ല. ഇവിടുന്ന് പോകുന്നവരെ ഉപദ്രവിച്ചാൽ അത് ശരിയല്ല. നമുക്കും ടാക്സ് തരണം. അങ്ങോട്ട് 4000 രൂപ വാങ്ങിക്കുമെങ്കിൽ ഇങ്ങോട്ട് 4000 രൂപ വാങ്ങിക്കും. നെൽവയൽ തണ്ണീർത്തട ഭേദഗതി നിയമം ജൂലൈ 1 മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ രാജൻ. തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ജൂലൈ 1 മുതൽ പുതിയ സംവിധാനം ഏർപ്പെടുത്തും. 27 RDO അല്ലെങ്കിൽ സബ് കളക്ടർമാർ കൈകാര്യം ചെയ്തിരുന്ന തരംമാറ്റ അപേക്ഷകൾ ഇനി മുതൽ 71 അധികാര സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യും. താലൂക്ക് അടിസ്ഥാനത്തിൽ പരിഷ്കാരം നടപ്പിലാക്കാൻ 990 ജീവനക്കാരെ താൽക്കാലികമായി നിയമിച്ചുവെന്നും കെ രാജൻ പറഞ്ഞു. 2008 നെൽവയൽ തണ്ണീർത്തട നിയമവുമായി ബന്ധപ്പെട്ട അപേക്ഷകളിൽ വേഗതയിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ ഭേദഗതി ജൂലൈ 1 മുതൽ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോവുകയാണ് എന്നുള്ള നിർദ്ദേശമാണ്. ഈ നിയമത്തിൽ 2008 നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ മാത്രം RDO എന്ന പദത്തിൽ വരുന്നയാൾ വഹിക്കേണ്ട ചുമതലകൾ സർക്കാർ നിർദ്ദേശിക്കുന്ന ഡെപ്യൂട്ടി കളക്ടറിൽ താഴെയല്ലാത്ത ഉദ്യോഗസ്ഥന് നിർദ്ദേശിക്കാൻ കഴിയും എന്ന ഒരു ഭേദഗതിയോടുകൂടിയാണ് കേരളത്തിന്റെ നിയമസഭ ഏകകണ്ഠമായ തീരുമാനം ഉണ്ടാക്കിയത്. ഈ അപേക്ഷകൾ ഇനി കൈകാര്യം ചെയ്യാൻ 71 ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിനാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകളിൽ GST വകുപ്പിന്റെ പരിശോധന. സെയിൽസ് റിട്ടേൺ കൃത്യമാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് പരിശോധന നടത്തുന്നത്. പോലീസ് സുരക്ഷയിലാണ് പരിശോധന. റെസ്റ്റോറന്റ് മേഖലയിൽ നടക്കുന്ന വ്യാപകമായ നികുതി വെട്ടിപ്പ് തടയുന്നതിനാണ് പരിശോധന നടത്തിയത്. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങൾ സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത്. മന്ത്രി സജി ചെറിയാന് സ്പീക്കറുടെ വക കളിയാക്കൽ. മന്ത്രി പറയുന്ന പല കാര്യങ്ങളും കേട്ട് മടുത്തു എന്നാണ് AN ഷംസീർ പറയുന്നത്. ഡിമാൻഡ് ചർച്ചയ്ക്ക് ഇടയ്ക്കാണ് സ്പീക്കറുടെ കമന്റ്. സ്പീക്കർ പലതവണ പറഞ്ഞിട്ടും പ്രസംഗം തുടരുന്നതിനിടെയാണ് സ്പീക്കർ മന്ത്രിയെ ട്രോൾ ചെയ്തത്. ഇനി അധികം പറയാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങ് പറഞ്ഞ കുറേ പോയിന്റ് ഞാൻ കേട്ട് മടുത്താണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ സെഷനിൽ തന്നെ ഞാൻ ബാക്കി പറയാൻ സാർ ഇതിനകത്ത് അങ്ങ് മനസ്സിലാക്കേണ്ടത്. ഇനി അധികം പറയാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങ് പറഞ്ഞ കുറേ പോയിന്റ് ഞാൻ കേട്ട് മടുത്താണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ സെഷനിൽ തന്നെ
ഞാൻ ബാക്കി പറയാൻ സാർ ഇതിനകത്ത് അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇടുക്കിയിൽ 4 വയസ്സുകാരി പനി ബാധിച്ച് മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന ആരോപണവുമായി കുടുംബം. കൊഴുത്തോള് സ്വദേശികളായ വിഷ്ണു അതുല്യ ദമ്പതികളുടെ ഇളയ മകൾ ആധികയുടെ മരണത്തിലാണ് കുടുംബം പരാതി ഉന്നയിച്ചിരിക്കുന്നത്. സഹകരണ ആശുപത്രിയിൽ നിന്നും അമിത ഡോസിൽ മരുന്ന് നൽകിയതും തുടർ ചികിത്സ നൽകാത്തതുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം. കഴിഞ്ഞ 14-നാണ് LKG വിദ്യാർത്ഥിയായ ആദിക കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 12-ാം തീയതി പനി ബാധിച്ച കുട്ടിയെ ചേറ്റുകുഴിയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അവിടെ നിന്നും നൽകിയ മരുന്നുകൾ കുട്ടിക്ക് നൽകിയെങ്കിലും 14-ന് പനി കൂടി. ഇതേ തുടർന്ന് കട്ടപ്പനയിലെ സഹകരണ ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചു. ശിശുരോഗ വിദഗ്ധർ അവധിയിൽ ആയിരുന്നുവെങ്കിലും ഡ്യൂട്ടി ഡോക്ടർ കുട്ടിയെ പരിശോധിച്ചു. ഹൃദയമിടിപ്പ് കൂടുതൽ ആണെന്ന് മനസ്സിലാക്കുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. മുൻപ് കൂടുതൽ അളവിൽ മരുന്ന് നൽകിയതാണ് കുട്ടിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമെന്ന് ഡോക്ടർമാർ കുടുംബത്തെ അറിയിച്ചു. ചേറ്റുകുഴിയിലെ സഹകരണ ആശുപത്രിയിലാണ് കുട്ടിയെ കാണിച്ചതെന്ന് വീട്ടുകാർ ഡോക്ടറോട് പറയുകയും ചെയ്തു. ഇതേ തുടർന്ന് കുട്ടിക്ക് മറ്റു കുഴപ്പമില്ല എന്നും വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറയുകയായിരുന്നുവെന്നും കുടുംബം പറയുന്നു. വീട്ടിൽ എത്തി ഏതാനും മണിക്കൂറിനുള്ളിൽ അസുഖം മൂർച്ഛിക്കുകയായിരുന്നു. കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ നൽകിയെങ്കിലും കുട്ടി മരണപ്പെട്ടു. നമ്മൾ ഇത് ചേറ്റൂരിലെ സഹകരണ ഹോസ്പിറ്റലിൽ നിന്നാണ് ഈ മരുന്ന് തന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നേരം തന്നെ പറഞ്ഞു അതങ്ങനെ സംഭവിക്കുന്നതല്ല, അങ്ങനെ മരുന്നിൽ നിന്ന്. അപ്പോൾ ഈ ആ സഹകരണ ഹോസ്പിറ്റലിൽ നിന്ന് തന്ന മരുന്നിൻ്റെ ബില്ലും കാര്യങ്ങളും എൻ്റെ ഉണ്ടായിരുന്നു. ചേറ്റുകുഴിയിലെ ചികിത്സാ പിഴവ് പുറത്തറിയിക്കാതിരിക്കാൻ കട്ടപ്പന സഹകരണ ആശുപത്രിയിലെ ഡോക്ടറും കൂട്ടുനിന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തുടർ ചികിത്സ ലഭ്യമാക്കുകയോ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യാതെ പറഞ്ഞുവിട്ടു. ഒരു ഡോക്ടറും പണിക്കിട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടിയുടെ മരണത്തിൽ ഡോക്ടർമാർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ പോലീസിലും ഇടുക്കി ജില്ലാ കളക്ടർക്കും പരാതി നൽകി. എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും കുട്ടിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയതിനാൽ ശിശുരോഗ വിദഗ്ധർ ഉള്ള ആശുപത്രിയിലെത്തിച്ച് ഉടൻ ചികിത്സ നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നതായും സഹകരണ ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. മഴയ്ക്ക് പിന്നാലെ വീടുകളിലേക്ക് വിളിക്കാത്ത അതിഥികൾ. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ചതിയിൽപ്പെട്ട് റഷ്യൻ യുദ്ധഭൂമിയിൽ കുടുങ്ങിയ അവസാന മലയാളിയും തിരിച്ചെത്തി. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശി ടിനു പനിയടിമയാണ് ഇന്ന് പുലർച്ചെ മടങ്ങിയെത്തിയത്. ടിനുവിനൊപ്പമുണ്ടായിരുന്ന മറ്റ് 3 അഞ്ചുതെങ്ങ് സ്വദേശികളെ നേരത്തെ ഇന്ത്യൻ എംബസി ഇടപെട്ട് നാട്ടിലെത്തിച്ചിരുന്നു. വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ കെണിയിൽപ്പെട്ട് റഷ്യയിലെ യുദ്ധമേഖലയായ ലിസ്റ്റുചെൻസിൽ കുടുങ്ങിയ തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശിയായ ടിനു പനിയടിമയാണ് ഇന്ന് പുലർച്ചെ നാട്ടിൽ തിരികെ എത്തിയത്. ഏറെ നാളത്തെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് ടിനു ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ടിനുവിനൊപ്പമുണ്ടായിരുന്ന പ്രിൻസ് ഗെയിൽ, വിനീത, ഡേവിഡ്സൺ തുടങ്ങിയവരെ ഇന്ത്യൻ എംബസി ഇടപെട്ട് നേരത്തെ മോചിപ്പിച്ചിരുന്നു. അപ്പോഴും ടിനുവിൻ്റെ മോചനം വൈകുന്ന സാഹചര്യമായിരുന്നു. കാരണം യുദ്ധവൃത്തിയിൽ നിന്ന് അല്ലെങ്കിൽ യുദ്ധസേവനത്തിൽ നിന്ന് പെട്ടെന്ന് തിരികെ നാട്ടിലേക്ക് മടങ്ങിയെത്താൻ കഴിയാത്ത തരത്തിലുള്ള അനിശ്ചിതത്വത്തിലേക്ക് അത് മാറിയത് ഏറെ വിവാദമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. വിദേശകാര്യ മന്ത്രാലയം പലതവണ വിഷയത്തിൽ റഷ്യൻ ഗവൺമെന്റുമായി സംസാരിക്കുകയും എംബസിയുമായി ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും മാസങ്ങളായി ടിനുവിൻ്റെ മോചനം അത് സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് കുടുംബാംഗങ്ങളെ അടക്കം ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയെക്കുറിച്ച് ഡൽഹി ആസ്ഥാനമായി CBI ഉദ്യോഗസ്ഥർ കേരളത്തിലെത്തി വിശദമായ അന്വേഷണം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് 2 പേർ കസ്റ്റഡിയിലെടുക്കുകയും അവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. തുമ്പ സ്വദേശികൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് പിന്നിലുള്ളത് എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. അതടക്കം
മലയാളികളായ റഷ്യയിലുള്ള ഈ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ പ്രതിനിധികളെ കുറിച്ചടക്കം വിശദമായ വിവരങ്ങൾ CBI ഉദ്യോഗസ്ഥർ ശേഖരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ടിനു കൂടി നാട്ടിലെത്തിയതോടെ അഞ്ചുതെങ്ങിൽ നിന്ന് റഷ്യയിൽ യുദ്ധഭൂമിയിൽ അകപ്പെട്ട മുഴുവൻ മലയാളികളും തിരികെ എത്തിയതിന്റെ ആശ്വാസത്തിലാണ് നാടും അതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളും. സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് സന്നദ്ധമാകാതെ പോലീസുകാർ. പത്തനംതിട്ട KAP 3 നിന്ന് സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പോകാൻ സന്നദ്ധത അറിയിച്ചത് ഒരാൾ മാത്രമാണ്. ജില്ലയിലെ സ്റ്റേഷനുകളിൽ 130 ഒഴിവുകളുള്ളപ്പോഴാണ് ഈ അവസ്ഥ. മുൻപ് ബറ്റാലിയനിൽ നിന്ന് ഏത് വിധേനയും സ്റ്റേഷനിലെത്താനായിരുന്നു പോലീസുകാരുടെ ആഗ്രഹം. അതൊക്കെ ഇപ്പോൾ പഴങ്കഥ. പത്തനംതിട്ടയിലെ സ്റ്റേഷനുകളിൽ 130 പോലീസുകാരുടെ ഒഴിവുണ്ട്. KAP 3 ബറ്റാലിയനിലെ പോലീസുകാരോട് സന്നദ്ധത തേടിയപ്പോൾ സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് താൽപര്യമറിയിച്ചത് ഒരേ ഒരാൾ. സമീപകാലത്ത് സേനാംഗങ്ങൾ സ്റ്റേഷനുകളിൽ നേരിടുന്ന പ്രതിസന്ധി തന്നെയാണ് ഇത്തരമൊരു താൽപര്യക്കുറവിന് കാരണം. അമിത ജോലിഭാരവും മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനവും കാരണം പലരും അഭയം തേടുന്നത് ആത്മഹത്യയിൽ. ജീവനൊടുക്കുന്നതിന് ആരോഗ്യ പ്രശ്നമുൾപ്പെടെ മറ്റു കാരണങ്ങളുമുണ്ട്. ഈ മാസം ഒരാഴ്ചക്കിടെ മാത്രം ആത്മഹത്യ ചെയ്തത് 5 പോലീസുകാർ. SI തസ്തിക ഉപേക്ഷിച്ച് ഹവിൽദാർ തസ്തികയിലേക്ക് മടങ്ങിയതും വാർത്തയായി. സ്റ്റേഷൻ ഡ്യൂട്ടിയായാലും ക്യാമ്പിൽ തുടർന്നാലും ഒരേ ശമ്പളമാണ്. തലവേദനകളില്ലാതെ ക്യാമ്പിൽ തുടരുന്നതാണ് സുരക്ഷിതമെന്ന് ബഹുഭൂരിപക്ഷവും കരുതുന്നു. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. KSRTC ജീവനക്കാരുടെ സംഘടനയായ TDFന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് KSRTC CMDയുടെ ഓഫീസ് ഉപരോധിച്ചു. ശമ്പളം നൽകുക, അഴിമതികളിൽ വിജിലൻസ് അന്വേഷണം നടത്തുക, NTR, NPS കുടിശ്ശിക തീർക്കുക, തൊഴിലാളികൾക്കെതിരെയുള്ള അനാവശ്യ ശിക്ഷണ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. ഒരിടവേളയ്ക്ക് ശേഷം KSRTCയിൽ വീണ്ടും തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. ശമ്പളം കൃത്യമായി നൽകുക, KSRTCയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അഴിമതി കേസുകളിൽ സംസ്ഥാന വിജിലൻസിന്റെ അന്വേഷണം നടത്തുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് TDFന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ ഉപരോധ സമരം, അതായത് CMD ഓഫീസ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ തുറക്കുന്ന ഈ മാസം പോലും ഞങ്ങൾക്ക് ശമ്പളം സമയബന്ധിതമായി തരാൻ മാനേജ്മെന്റിനും സർക്കാരിനും കഴിയുന്നില്ല. ഞങ്ങൾ ഈ പുതിയ മന്ത്രി വന്നിട്ട് ആ മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചാണ് ഇത്രയും ദിവസം ഈ ഒരു സമരത്തിലേക്ക് ഇറങ്ങാത്തത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഈ ശമ്പളത്തിന് എല്ലാ മാസവും സമരം ചെയ്യുന്ന ഒരു സംഘടനയാണ് TDF. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ശമ്പളം തരാനുള്ള സാമ്പത്തികമില്ല എന്ന് പറയുന്നതിൽ KSRTCയിൽ അഴിമതിക്കും ദൂർത്തിനും യാതൊരുവിധ കുറവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ സമയബന്ധിതമായി ശമ്പളം 5-ാം തീയതിക്ക് മുമ്പ് ഒറ്റക്കെടുവായി തന്നില്ല എങ്കിൽ ഈ വരും മാസങ്ങളിലൊക്കെ ഞങ്ങൾ ശക്തമായ സമരം, പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരങ്ങളിലേക്ക് ഞങ്ങൾ പോകും. അടുത്ത മാസം 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം കിട്ടിയില്ല എങ്കിൽ അടുത്ത ദിവസം മുതൽ, പറഞ്ഞതിന് അടുത്ത ദിവസം 6-ാം തീയതി മുതൽ ഞങ്ങൾ സമരത്തിലേക്ക് പോകും. ഇത് ഉപരോധ സമരമാണ് നടക്കുന്നത്. CMD വരുന്ന സമയം ഉണ്ടായിരിക്കാം. അദ്ദേഹം ഇവിടെ ഉണ്ടോ? എങ്ങനെയാണ്? CMD അല്ല, ഒരു ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ ഇതിനകത്തുനിന്ന് കയറ്റിവിടില്ല. ശമ്പളം തരാൻ ഇന്ന് കഴിഞ്ഞ മാസത്തെ ജോലി ചെയ്തതിൻ്റെ ശമ്പളം തരാൻ ഇന്ന് 27 ദിവസം കാത്തിരുന്ന് ഇന്ന് മാത്രമേ ഓഫീസിൽ കയറിയാൽ നടക്കുള്ളൂ. അതിനകത്ത് യാതൊരു അർത്ഥമില്ല. KSRTC ജീവനക്കാരുടെ ശമ്പളം ഒറ്റ ഗഡുവായി 1-ാം തീയതി തന്നെ നൽകുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഇതിനായി പ്രത്യേക സംവിധാനം വരും. അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുകയാണെന്നും ബാങ്ക് വായ്പ എടുക്കാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു വരികയാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. എറണാകുളം പെരുമ്പാവൂർ ഓടക്കാലിയിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. നെടുമ്പുറത്ത് വീട്ടിൽ വിഷ്ണുവിന്റെ ഭാര്യ ചാന്ദിനിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വകാര്യ മൈക്രോ ഫൈനാൻസ് സ്ഥാപനത്തിൽ നിന്ന് പണം വായ്പയെടുത്തിരുന്നു. ഫൈനാൻസിലെ ജീവനക്കാരിൽ ചിലർ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നതായി ബന്ധുക്കൾ പറയുന്നു. മഞ്ഞപ്പിത്ത ബാധ വ്യാപകമായ എറണാകുളം വേങ്ങൂരിൽ രോഗവ്യാപനം നിലനിൽക്കെ കുടിവെള്ള സാമ്പിളുകളുടെ പരിശോധന അവസാനിപ്പിച്ച ആരോഗ്യവകുപ്പ്. മെയ് 17-ന് ശേഷം കുടിവെള്ള പരിശോധന നടത്തിയിട്ടില്ലെന്ന് വിവരാവകാശ നിയമപ്രകാരം ആരോഗ്യവകുപ്പ് നൽകിയ മറുപടിയിൽ പറയുന്നു. ജല അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളത്തിലൂടെയാണ് രോഗവ്യാപനമുണ്ടായതെന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഏപ്രിൽ 17-നാണ് വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്നത്. 200-ലധികം പേരിൽ രോഗം വ്യാപിക്കുകയും 3 പേർ മരിക്കുകയും ചെയ്തു. ഇപ്പോഴും നിരവധി പേർ ചികിത്സയിലാണ്. രോഗം ഒരാളിൽ സ്ഥിരീകരിച്ചാൽ 45 ദിവസത്തിനകം പുതിയതായി ഒരാളിൽ രോഗം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മാത്രമേ പ്രദേശം രോഗവ്യാപനത്തിൽ നിന്ന് മുക്തമായി പറയാനാകൂ. എന്നാൽ രോഗവ്യാപനം നിലനിൽക്കെ തന്നെ പ്രദേശത്തെ ജലസ്രോതസ്സുകളുടെയും ജല അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെയും പരിശോധന
കഴിഞ്ഞ മെയ് 17 ശേഷം നടത്തിയിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് മറുപടി നൽകിയത്. രോഗവ്യാപനത്തിന് കാരണമായത് ജല അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളത്തിലെ അണുബാധയാണെന്ന് ആരോഗ്യവകുപ്പ് തന്നെയാണ് സ്ഥിരീകരിച്ചതും. രോഗപ്രതിരോധ നടപടികളിൽ ആദ്യഘട്ടത്തിൽ ആരോഗ്യവകുപ്പിൽ നിന്നുണ്ടായ അനാസ്ഥയുടെ തുടർച്ചയായാണ് ഈ സമീപനത്തെയും വിലയിരുത്തുന്നത്. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് പണിക്കർ റോഡിൽ ഏത് സമയത്തും നിലം പൊത്താമെന്ന അവസ്ഥയിലുള്ള കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റ് പൊളിച്ചുമാറ്റി സ്ഥലത്ത് പുതിയ പാർപ്പിട സമുച്ചയം നിർമ്മിക്കുമെന്ന് കോഴിക്കോട് മേയർ. നിലവിലെ താമസക്കാരിൽ അർഹരായവർക്ക് പുതിയ കെട്ടിടത്തിലും വീടുകൾ നൽകുമെന്നും മേയർ പറഞ്ഞു. പണിക്കർ റോഡ് ഫ്ളാറ്റിന്റെ അപകടാവസ്ഥയെക്കുറിച്ചുള്ള ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി. ഇടിഞ്ഞു വീഴാറായ കോർപ്പറേഷൻ ഫ്ളാറ്റിൽ നരകതുല്യ ജീവിതം നയിക്കുന്ന 24 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെക്കുറിച്ചുള്ള ന്യൂസ് 18 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിഷയത്തിൽ ഇടപെടുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഫ്ളാറ്റിൽ പരിശോധന നടത്തിയ ശേഷം താമസക്കാരില്ലെന്ന റിപ്പോർട്ടാണ് ഉദ്യോഗസ്ഥർ നൽകിയത്. എന്നാൽ താമസക്കാരുണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ വീണ്ടും പരിശോധന നടത്തും. കാലപ്പഴക്കം വന്ന കെട്ടിടം പൊളിച്ചുമാറ്റി ബഹുനില മന്ദിരം നിർമ്മിക്കും. അർഹരായവർക്ക് പുതിയ താമസ സ്ഥലം അനുവദിക്കുമെന്നും മേയർ പറഞ്ഞു. ഫണ്ട് കൊടുത്ത അതേ ആൾക്കാർക്ക് ഇനിയും കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ആർക്കെങ്കിലും വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? അത് വെച്ച് നോക്കുമ്പോൾ ഗവൺമെന്റ് 4 ലക്ഷം രൂപ നമുക്ക് PMAY ലൈഫിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ആ വീട് നമ്മൾ തന്നെ നന്നാക്കണം. റിപ്പയർ വർക്ക് ഒരുപക്ഷെ നമുക്ക് കൊടുക്കായിരിക്കും. അത് നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട്. ഇനിയും പണിത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അല്ലെങ്കിൽ ഗവൺമെന്റ് ഇനിയും ഫണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കണമെന്നില്ല. കാരണം നമുക്കിപ്പോൾ 5000-ലും മേലെ ആൾക്കാർക്ക് ഒരു സെന്റ് സ്ഥലവും ഇല്ല, വീടും ഇല്ലാത്ത എത്രയോ പാവങ്ങളാ, അർഹതയില്ല, തീരെ ആരും ഇല്ലാതെ ഉപേക്ഷിച്ച് പോയ വിധവമാര്, കുറേ സ്ത്രീകളൊക്കെ ഉണ്ട്, മക്കളൊന്നും ഇല്ലാത്തവരും ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തവർ, അവർക്കൊക്കെ വേണ്ടിയിട്ടും പിന്നെ അല്ലാതെ കുറച്ച് പേർക്കും കൂടി നമ്മൾ ആ ഫ്ളാറ്റുകൾ നിർമ്മിച്ച് നൽകുന്ന കാര്യം സജീവ പരിഗണനയിലാണ് കോർപ്പറേഷനിൽ. കെട്ടിടത്തിൽ ആരും താമസിക്കുന്നില്ലെന്ന മേയറുടെ വാദത്തിനെതിരെ താമസക്കാർ രംഗത്തെത്തി. ഒരു തരത്തിലും മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ചിലർ താൽക്കാലികമായി മാറി താമസിക്കുകയാണെന്നും ഇവർ പറയുന്നു. നമ്മളൊരു നരകപ്പാവി ആയിട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് കാറ്റടിക്കും മഴ വയ്ക്കുമ്പോഴൊക്കെ പുറത്തേക്കല്ല 24 കൂട്ടർ പാഞ്ഞ് പുറത്തു പോയി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ കോർപ്പറേഷൻ കയറി കഴിഞ്ഞ് നമുക്ക് മതിയായി. പണിക്കർ ഫ്ളാറ്റിലെ താമസക്കാരെ ഉടൻ പുനരധിവസിപ്പിക്കണമെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു. സമയബന്ധിത നടപടികളില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനും UDF തയ്യാറെടുക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് മരഞ്ചാട്ടി പുതിയാട്ടുകുണ്ടിൽ വീട്ടിൽ നിന്ന് 6 അടി നീളമുള്ള പെരുമ്പാമ്പിനെ പിടികൂടി. താമരശ്ശേരി സ്നേക്ക് റെസ്ക്യൂ ടീമിലെ അംഗം കബീർ കളന്തോടാണ് പാമ്പിനെ പിടികൂടിയത്. കോഴിക്കൂട്ടിൽ നിന്നാണ് പാമ്പിനെ പിടിച്ചത്. രാവിലെ കോഴികളുടെ ശബ്ദം കേട്ട് ചെന്നപ്പോഴാണ് പെരുമ്പാമ്പിനെ കണ്ടത്. 4 കോഴികളെ പാമ്പ് കൊന്നുവെന്നും വീട്ടുകാർ പറഞ്ഞു. യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കത്തിൽ കോടതി ഉത്തരവ് ഉടൻ നടപ്പാക്കുമെന്ന് സർക്കാർ. ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്താണ് നടപടികൾ വൈകിയതെന്നും സർക്കാർ ഉത്തരവ് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ വിശ്വാസികളിൽ നിന്ന് വലിയ എതിർപ്പുണ്ടായി. തർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ സംബന്ധിച്ചാണ് സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. കോടതി നിർദ്ദേശം കണക്കിലെടുത്ത് അടുത്ത ദിവസം തന്നെ പള്ളികൾ ഏറ്റെടുക്കുമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കും. അടുത്ത മാസം 8-ാം തീയതിയാണ് റഷ്യ സന്ദർശനം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിനായാണ് മോദിയുടെ സന്ദർശനം. പ്രതിരോധം, മറ്റ് നയതന്ത്ര വിഷയങ്ങൾ ഉൾപ്പെടെ മോദിയും പുടിനും തമ്മിലുള്ള ചർച്ചയിൽ വിഷയമാകും. 2020 ലോകകപ്പിന്റെ സെമിയിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 8 മണിക്ക് പ്രോവിഡൻസിൽ ആണ് മത്സരം. മഴ ഭീഷണി നിലനിൽക്കുന്നതിനാൽ മത്സരം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. കളി തടസ്സപ്പെട്ടാൽ ഇന്ത്യ ഫൈനലിലേക്ക് മുന്നേറും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6550 രൂപ, പവന് 52,400 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5475 രൂപ, പവന് 43,800 രൂപ. വെള്ളി ഗ്രാമിന് 93 രൂപ, കിലോയ്ക്ക് 93,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. നമസ്കാരം.